സക്കാത്ത് എന്ന വാക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നതിലുപരി ഒരു സമൂഹത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ വളർച്ചയുടെ, പുരോഗതിയുടെ, നവോത്ഥാനത്തിൻ്റെ, പരിവർത്തനത്തിൻ്റെ മുദ്രയാണ്. വിശുദ്ധ ഖുർആനിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ മൂന്ന് കാര്യങ്ങളോട് ചേർത്തുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞിടത്ത് മാതാപിതാക്കളെ അനുസരിക്കണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും പരസ്പരം ഒന്നിച്ചാണ് വരാറുള്ളത്. അള്ളാഹുവിനെ അനുസരിക്കണം എന്ന് പറയുമ്പോൾ റസൂലിനെയും കൂടി അനുസരിക്കണം എന്ന് അള്ളാഹു ചേർത്തി പറയാറുണ്ട് മിക്ക സ്ഥലങ്ങളിലും. അപ്രകാരം നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴെല്ലാം അതിൻ്റെ കൂടെ അള്ളാഹു ചേർത്ത് വെച്ചു സക്കാത്തിനെ കുറിച്ച്. അഖീമുസ്സലാ വ ആതു സക്കാത്ത്. അപ്പോൾ സക്കാത്തിനെ നമുക്കൊരിക്കലും നിസ്കാരത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയില്ല. നമ്മുടെ അടിസ്ഥാന മുദ്രയുടെ സമഗ്രതയുണ്ടാകുന്നത് നിസ്കാരവും സക്കാത്തും ചേർന്ന് നിൽക്കുമ്പോഴാണ്. അത്രയും രൂഢമൂലമാണ്, ആഴത്തിലുള്ള ബന്ധമാണ് നിസ്കാരവും സക്കാത്തും തമ്മിലുള്ളത്. കാരണം നിസ്കാരം നമ്മുടെ ആത്മീയതയുടെ പ്രതിനിധാനമാണെങ്കിൽ സക്കാത്ത് നമ്മുടെ എല്ലാ തലങ്ങളിലുമുള്ള വളർച്ചയുടെ പ്രതിനിധാനമാണ്. വളർന്ന രാഷ്ട്രങ്ങൾക്ക് കൂടി സക്കാത്തുണ്ടായാൽ മാത്രമേ അവരുടെ രാഷ്ട്രത്തെ ഏറ്റവും വലിയ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ആ വാക്ക് തന്നെ, സക്കാത്ത് എന്ന വാക്ക് തന്നെ നബിയുടെ ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്, വയുസക്കീഹിം. അപ്രകാരം സമൂഹത്തിൻ്റെ വളർച്ചയെക്കുറിച്ച്, പുരോഗതിയെക്കുറിച്ച് പറയുമ്പോഴും സക്കാത്ത് എന്ന വാക്കാണ് കാണുന്നത്. അതൊരു വ്യക്തിഗത ബാധ്യത എന്നതിലുപരി ഒരു സാമൂഹ്യ ബാധ്യത, സമൂഹവുമായി ബന്ധപ്പെട്ടത്, ലോകത്തെ മാറ്റിമറിക്കുന്നത്, സമൂഹത്തെ ഒന്നായി തിരുത്തുന്ന, പുരോഗതികളിലേക്ക് കൊണ്ടുപോകുന്ന മഹത്തായ ഇസ്ലാമിൻ്റേത് മാത്രമായ ഒരാശയം. ഇങ്ങനെ ഒരു സക്കാത്ത് എന്ന ആശയത്തെക്കുറിച്ച് മറ്റേതെങ്കിലും മതവിഭാഗത്തിനോ ദർശനങ്ങൾക്കോ എടുത്തു പറയാനുണ്ടോ? എത്ര നാഗരികമാണ്, എത്ര ആധുനികമാണ് പരിശുദ്ധ ഇസ്ലാം എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ പരിശോധിച്ച് വേറെ ഒന്നും പോകേണ്ടതില്ല. സക്കാത്ത് മാത്രം കാണിച്ചു കൊടുത്താൽ മതി. അത്രമാത്രം മനോഹരമായ ആശയം. നമുക്ക് ചെയ്യാനുള്ള ദൗത്യം ഇവിടെയുള്ള പണ്ഡിതന്മാർ നമ്മെ ഉപദേശിച്ചതുപോലെ സക്കാത്തിനെ സാർവത്രികമാക്കുക എന്നുള്ളതാണ്. ആധുനിക കാലഘട്ടത്തിൽ, പുതിയ പ്രവണതകളുള്ള കാലഘട്ടത്തിൽ, പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുള്ള ലോകത്ത്, ഇനി അങ്ങോട്ട് AI ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഏതെല്ലാം തലങ്ങളിൽ സക്കാത്തിനെ സാർവത്രികമാക്കാൻ പറ്റും, ആർക്കൊക്കെ സക്കാത്ത് കൊടുക്കേണ്ടി വരും, ആരൊക്കെയാണ് വാങ്ങേണ്ടി വരിക, മഖാസിദു ശരീഅയുടെ അടിസ്ഥാനത്തിൽ സക്കാത്തിൻ്റെ വിപുലമായ മേഖലകളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനങ്ങൾ ഇനിയും രൂപപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഒന്നുകൂടി സക്കാത്ത് സാർവത്രികമാകും. ശമ്പളം വാങ്ങുന്നവർ മാത്രമല്ല, പെൻഷൻ വാങ്ങുന്നവർ കൂടി സക്കാത്ത് കൊടുക്കാൻ അർഹരല്ലേ? ഇൻഷുറൻസ് പോലെയുള്ള സംഗതികളിലൊക്കെ സക്കാത്തിൻ്റെ അനിവാര്യതകൾ ഇല്ലേ? നാം സാധാരണയിൽ എണ്ണുന്ന സക്കാത്തിൻ്റെ ഇനങ്ങളിലപ്പുറം ഇന്നത്തെ ആധുനിക ചുറ്റുപാടുകളിൽ അതെല്ലാം ഒന്നുകൂടി പുനർവായിക്കേണ്ടതല്ലേ? സക്കാത്തിനെ കുറിച്ചുള്ള വളരെ വിശാലമായ അർത്ഥത്തിലുള്ള പഠനങ്ങൾ നടക്കുമ്പോൾ തന്നെ തീർച്ചയായും സക്കാത്ത് വ്യാപിക്കും, അതിൻ്റെ സാധ്യത വർദ്ധിക്കും, അതിൻ്റെ പ്രചാരകരുണ്ടായിത്തീരും, അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നവരുണ്ടാകും. സക്കാത്തിനെ തന്നെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ ഒരു ഇൻവെസ്റ്റാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനങ്ങളും നമുക്ക് നടത്താൻ പറ്റും. ഏതെല്ലാം മേഖലകളിൽ സക്കാത്തിനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ ഒന്നുകൂടി വിപുലമാക്കാൻ സാധിക്കും എന്നുള്ള ചിന്തകളെല്ലാം നാം നടത്തേണ്ടതുണ്ട്. തീർച്ചയായും ഇങ്ങനെയുള്ള കൂടിച്ചേരലുകൾ അതിലൊക്കെയുള്ള പ്രചോദനങ്ങളാണ്. എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. വ ആഖിറു ദഅവാന
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.